ദർശന ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബിസിനസ് സ്റ്റാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്ന വ്യക്തി, അദ്ദേഹം ബിൽഡിംഗ് മെറ്റീരിയൽ സപ്ലൈ രംഗത്തും ബിൽഡിംഗ് മാനുഫാക്ചറിംഗ് രംഗത്തും തൻ്റെ കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ എം അബ്ദുൽ നാസർ. നമസ്കാരം സർ. നമസ്കാരം. എങ്ങനെയാണ് ഈ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ സപ്ലൈ അല്ലെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽ മാനുഫാക്ചറിംഗ് രംഗത്തേക്ക് കടന്നു വരുന്നത് സാർ? ഞാൻ എൻ്റെ സാങ്കേതിക വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ എനിക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടി. ഈ അവസരം അവിടെ ചെന്നിട്ടും എനിക്ക് ഈ കെട്ടിട നിർമ്മാണ രംഗത്തായിരുന്നു ജോലി. അപ്പോൾ അന്ന് മുതലേ ഇതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. തുടക്കം ടെറാക്കോട്ട പ്രൊഡക്ട്സ് ആണ്, ക്ലേ പ്രൊഡക്ട്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ കുറേ വെറൈറ്റീസ് ഉണ്ടല്ലോ. ശരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് സമയത്താണ്? ഒരു 1991-ലാണ് തുടങ്ങുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ വിദേശത്ത് നിന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെയും കൺസ്ട്രക്ഷൻ കമ്പനികളിൽ എന്നായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. മിക്ക മലയാളികളെയും പോലെ ഒരു പ്രവാസ ജീവിതം സാറിനും ഉണ്ടായിരുന്നു 6 വർഷക്കാലം. അതെ. അപ്പോൾ അതിനുശേഷം അവിടെ നിന്ന് കിട്ടിയ കുറച്ച് പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് ശരിക്കും ഇവിടെ വരുമ്പോൾ സാർ ഈ കൺസ്ട്രക്ഷൻ രംഗത്ത് തന്നെ ഇത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊരു താല്പര്യമുണ്ട്. അതെ, അല്ല ഇവിടെ വന്നിട്ടും എനിക്ക് പക്ഷേ എന്ത് തുടങ്ങണമെന്നുള്ള ഒരു ധാരണയിലായിരുന്നു. കാരണം കുറഞ്ഞ കാലം ഗൾഫ് കൊണ്ട് ഇവിടെ പെട്ടെന്ന് ഒരു പണം മുടക്കിയിട്ട് എന്ത് തുടങ്ങണം എന്നുള്ള ഒരു ഐഡിയാസ് ഒന്നും എൻ്റെ മനസ്സിൽ ആ സമയത്ത് തുടങ്ങിയിട്ടില്ല. പക്ഷെ ഇവിടെ വന്നപ്പോഴും എനിക്ക് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ തന്നെ ആയിരുന്നു ജോലി. അപ്പോൾ അത് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ സൗത്ത് ഇന്ത്യ, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു എൻ്റെ ജോലി, മാറി മാറി. അപ്പോൾ അത് എനിക്കുള്ള എൻ്റെ പാർട്ട് ഇതേപോലെ മെറ്റീരിയൽ പ്രൊക്യൂർമെന്റ് കോർഡിനേറ്റർ ആയിട്ടായിരുന്നു ഞാൻ ജോലി ചെയ്തത്. അപ്പോൾ ആ ഒരു പ്രോജക്റ്റിലേക്ക്, ആ കമ്പനീന്റെ പ്രോജക്റ്റിലേക്കുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും അത് അന്വേഷിക്കാനും ഒക്കെ ചെയ്യാനാണ് എൻ്റെ ഡ്യൂട്ടി. അതാണ്. അപ്പോൾ അതിൽ തന്നെ എനിക്ക് കുറെ ഐഡിയാസ് കിട്ടി. എനിക്ക് ട്രാവൽ ചെയ്യാനും കുറെ അവസരങ്ങൾ, മെറ്റീരിയൽസിനെ കുറിച്ച് കുറെ അവസരങ്ങളൊക്കെ, അതെങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യണം, ലോജിസ്റ്റിക് എങ്ങനെ, എന്തൊക്കെ വരും, ആരൊക്കെയാണ് എന്നുള്ളതിനൊക്കെ കുറിച്ച് കുറെ ഐഡിയ കിട്ടി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു മേഖല, ശരിക്കും കൺസ്ട്രക്ഷൻ രംഗത്ത് തന്നെ ഒരുപാട് മേഖലകളുണ്ട്. അതെ, അല്ല അതിനോടൊപ്പം തന്നെ എനിക്ക് ആ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് കേരള ഗവൺമെന്റിന്റെ നമ്മളുടെ ഈ എന്റർപ്രൈസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ എനിക്ക് ഒരു സെലക്ഷൻ കിട്ടി. ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത് കമ്പനി ബിൽഡക്കർ എന്നുള്ള സ്ഥാപനമാണ്. അതെ. അപ്പോൾ അതിനകത്ത് ഈ ഒരു മെറ്റീരിയലിന്റെ ഒരു കളക്ഷനാണ് കൂടുതലായിട്ട് സാറിന്? അതെ, മെറ്റീരിയൽ കളക്ഷനും അതുകൂടാതെ ഈ ഒരു ഫിനിഷിംഗ് വർക്കും മെയിൻ്റനൻസ് വർക്ക് ഇതിലൊക്കെ. കാരണം ഈ ഒരു ആർക്കിടെക്ചർ ഏരിയയിൽ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് വന്ന ഒരു കാലഘട്ടമാണല്ലോ 95-ന് ശേഷം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ എങ്ങനെ കാണുന്നു സാർ? അപ്പോൾ ഒരുപാട് സപ്പോർട്ടീവ് ആയിരുന്നു ഈ ഒരു? അതെ, അന്നൊക്കെ ഈ വലിയ വലിയ കമ്പനികൾ ഇപ്പം നമ്മൾ അപ്പാർട്ട്മെന്റ്സ് ഒക്കെ വളരെ കുറവായിരുന്നു. വളരെ ചുരുങ്ങിയ ആളുകളെ വന്നിട്ടുള്ളൂ. എൻ്റെ ഓർമ്മയിൽ
സദേൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ആ സമയത്തൊക്കെ അവർ എന്നെ സമീപിക്കുന്നത് ഈ ബിൽഡിംഗ് മെറ്റീരിയൽസിന്, അതായത് ബേസ് ആയിട്ടുള്ള നമ്മളെ ലാറ്ററൈറ്റ്, റിവർ സാൻഡ് ഇങ്ങനെയുള്ള. അപ്പോൾ ഞാൻ ആ ഒരു നമ്മളെ മെറ്റൽ ജെല്ലി ഉണ്ടല്ലോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യാനൊന്നും ഇവിടെ അന്ന് ആളില്ല. ഇപ്പം കുറേ ആളുകൾ മീഡിയ ആയിട്ട് ഇങ്ങനെ ഒരു ഏജന്റുമാര് സപ്ലൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് സാധനങ്ങൾ അന്നും സപ്ലൈ ചെയ്തുകൊണ്ട് നിന്നിട്ടുണ്ട്. അങ്ങനെ അവരായിട്ടുള്ള ബന്ധങ്ങൾ. അപ്പോൾ അവർക്ക് ഇന്ന സാധനങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ അവർ എന്നോട് ചോദിക്കുക സപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഇത് സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു പ്രചോദനമായി. അതൊരു ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ ഡിമാൻഡ് ഉണ്ടല്ലോ, ആ ഡിമാൻഡിനനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ എൻ്റെ ബിസിനസ് ചെയ്തപ്പോൾ ഞാൻ ടെറാക്കോട്ട എന്ന് പറഞ്ഞല്ലോ, അതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി പുതിയ പുതിയ പ്രൊഡക്ട്സ് കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്, ഈ ഒരു ബിൽഡക്കർ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ അതിനുശേഷം ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. അത് വളരെ അല്ല, ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രോഫിറ്റൊക്കെ വളരെ കുറവായിരിക്കും. കാരണം അന്നൊക്കെ ഈ ചെറിയ പിന്നെ ചെറിയ ചെറിയ ഔട്ട്ലെറ്റ്സ് ഒക്കെ കുറേ ഉണ്ട് ഈ ഒരു മെറ്റീരിയൽ വിൽപ്പന നടത്തുന്നത്, ടെറാക്കോട്ട പ്രൊഡക്ട്സ് ഒക്കെ. അപ്പോൾ അതിൽ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മാർജിനൊക്കെയാണ്. പക്ഷെ ബൾക്കായിട്ട് സാധനങ്ങൾ സപ്ലൈ ചെയ്യും. ഓരോ പ്രോജക്റ്റിലേക്ക് 50,000, 1 ലക്ഷം, 2 ലക്ഷം ഒക്കെ ബ്രിക്സ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ അത് ഓളോ ബ്രിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതെടുത്ത് സപ്ലൈ ചെയ്യും. നമ്മളെ റെസിഡൻഷ്യൽ ഏരിയ ആയാലും അവിടെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഈ ഒരു മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ കളക്ഷൻസ് ഈ ഒരു യൂണിലോക്കിന് നൽകാൻ കഴിയുന്നുണ്ട് മാനുഫാക്ചറിങ് രംഗത്ത്. അപ്പോൾ ഈ ഒരു മാനുഫാക്ചറിങ് രംഗം, അതായത് യൂണിലോക്കിൻ്റെ ഒരു കമ്പനിയാണ് സാറിനുണ്ടല്ലോ, യൂണിലോക്സ് എന്ന് പറയുന്നത്. യൂണിലോക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? യൂണിലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ 2010-ലാണ്. 2010-ലാണ്, 2 വർഷം ആവുന്നുള്ളൂ. അതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് യൂണിലോക്സിൻ്റെ? അത് ഞാൻ ബേസ് ചെയ്യുന്ന ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഒരു പിന്നെ എൻ്റെ ഒരു ഇതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 5 വർഷത്തോളമായി ഈ ക്ലാഡിംഗ് സ്റ്റോണിനുള്ള ഡിമാൻഡ്. അപ്പം ക്ലാഡിംഗ് സ്റ്റോൺ ആ ഡിമാൻഡ് മനസ്സിലാക്കിയത്, അതായത് മുമ്പൊക്കെ വാൾപേപ്പേഴ്സ് പെയിന്റ് ആണ് കൂടുതലും. വാൾപേപ്പേഴ്സ് യൂസ് ചെയ്ത പിന്നെ ഒരു കാലഘട്ടത്തിന് ശേഷം പണ്ട് കാലങ്ങളിൽ പെയിന്റ് ആണ്. പെയിന്റിന് ഒരു ഓപ്ഷൻ, ഒരു വേറെ ഒരു കളേഴ്സ് ഉണ്ട് എന്നല്ല, അതായത് മെയിൻ്റനൻസ് കൂടുതലാണ്. അതിപ്പോ നമുക്ക് 2 വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോൾ റീപെയിന്റ് ചെയ്യണം. അതെ, അത് കെമിക്കലാണ്. ഈ പെയിന്റ് ഒക്കെ ഒരു കെമിക്കലാണ്. പിന്നെ അലൂമിനിയം കോമ്പോസിറ്റ് പാനൽ വന്നു, ACP. അതും ഇപ്പോൾ കുറേ ആളുകൾ അതിൻ്റെ ഡിഫക്റ്റും കാര്യങ്ങളും മനസ്സിലാക്കി അതിൽ നിന്നും പിന്മാറാൻ തുടങ്ങി. പിന്നെ ഈ വാൾപേപ്പേഴ്സ് അങ്ങനെയുള്ള വുഡൻ പാനലിങ് അപ്പോൾ കോസ്റ്റ്ലി ഐറ്റംസ് ആണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ലേബേഴ്സിനെ കിട്ടാനുള്ള പ്രയാസങ്ങൾ, മൊത്തത്തിൽ എല്ലാ ലേബേഴ്സിനും കിട്ടാനുള്ള ഒരു പ്രയാസം ഉണ്ട് ഈ കൺസ്ട്രക്ഷൻ രംഗത്ത്. വലിയൊരു പ്രശ്നമാണ് കിട്ടാൻ പറ്റില്ല. മറ്റുള്ള ലേബേഴ്സിനൊക്കെ ഇപ്പോൾ മഞ്ഞ സംസ്ഥാനത്തു നിന്നൊക്കെ കൊണ്ടുവരുന്നുണ്ട്, ഒറീസയിൽ നിന്നും ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. ശരിക്കും കസ്റ്റമേഴ്സിന് ഒരു ക്വാളിറ്റിയാണ് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യം. അപ്പോൾ ആ യൂണിലോക്കിൻ്റെ ഭാഗത്തു നിന്ന് ശരിക്കും നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനം എങ്ങനെയാണ്? ഈ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ഇത്രത്തോളം നല്ല ഒരു പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നതിന് എന്താണ് അതിൻ്റെ ഒരു ബാക്കിലുള്ളൊരു ക്വാളിറ്റി നോക്കുന്നത്? ശരിക്കും ഇപ്പം ഞാനൊരു കസ്റ്റമർ ആണെങ്കിൽ ഞാൻ ക്വാളിറ്റിയാണ് നോക്കുക പ്രധാനമായിട്ടും. 2 രൂപ കൂടിയാലും അങ്ങനെ തന്നെ ചിന്തിക്കണമല്ലോ ക്വാളിറ്റി. കാരണം മറ്റേത് ഇപ്പം നമ്മൾ 1 രൂപ അല്ലെങ്കിൽ 2 രൂപേൻ്റെ കുറവിന് മോശപ്പെട്ട സാധനം ക്വാളിറ്റി ഒരു വേസ്റ്റായി പോകും. അത് കുറഞ്ഞ കാലം കൊണ്ട് ചിലപ്പോൾ അത് നമുക്ക് തന്നെ ഒരു പ്രയാസം, മാനസിക പ്രയാസങ്ങളുണ്ട്. അപ്പോൾ 2 രൂപ കൂടുതലാണ് നമ്മൾ ആളുകൾ ആഗ്രഹിക്കുന്നത് ക്വാളിറ്റി സാധനങ്ങളാണ്. പിന്നെ ചില കോൺട്രാക്ടേഴ്സും കാര്യങ്ങളൊക്കെ അവർ പിന്നെ പ്രോഫിറ്റാണ് ഉദ്ദേശിക്കുക. ഇത് എടുക്കുന്ന ആളുകൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മാർക്കറ്റിൽ നിലനിൽക്കണമെങ്കിൽ ക്വാളിറ്റി സർവീസ് ഇതൊക്കെ നല്ല പ്രധാനം തന്നെയാണ്. കാരണം ജനങ്ങളെല്ലാം ഇവിടെ പ്രത്യേകിച്ച് മലയാളികൾ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളാണ്. അപ്പോൾ അവരുടെ ഒരു കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. കാരണം വീണ്ടും അവർ ഈ ഒരു സാറിൻ്റെ ഒരു ഫാമിലേക്ക് വരും. അത് മാത്രമല്ല, അവർ വരണമെന്ന് മാത്രം. ഇപ്പം ഞങ്ങളൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളൊരു മെറ്റീരിയലാണെന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയണമെങ്കിൽ അത് തീർച്ചയായിട്ടും വേണം. മറ്റേത് ഇത് ആരാണ് ചെയ്തത് അല്ലെങ്കിൽ ഇത് എവിടുന്ന് വാങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു കുറ്റബോധമാണ്. അത് വളരെ ശ്രദ്ധിക്കും. ശരിക്കും ഒരു ആൾക്കാർ ശരിക്കും കസ്റ്റമേഴ്സ് മറ്റുള്ളവർ കാണുമ്പോൾ ആ ഒരു ബിൽഡ് ഇത് ചെയ്തത് ആരാണെന്ന് ചോദിക്കണം. അപ്പോഴാണല്ലോ ഒരു മൗത്ത് പബ്ലിസിറ്റി. അപ്പൊ വേറൊരു കസ്റ്റമറും കൂടി ഞങ്ങളത്തേക്ക് വരണമെങ്കിൽ അതൊക്കെ അത്യാവശ്യമാണ്. അതിലൊരു പിന്നെ അത് മാത്രമല്ല ഒരു ആത്മാർത്ഥത വേണമല്ലോ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ. വെറും ലാഭം മാത്രമല്ല,
അപ്പോൾ ഈ ഒരു ബിൽഡക്കർ അതേപോലെ തന്നെ യൂണിലോക്സ് ഇത് കൂടാതെ വേറെ അനുബന്ധ സ്ഥാപനങ്ങൾ വേറെ സിമെന്റ് കേന്ദ്ര ഒരു സ്ഥാപനം അവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത് അത് മൊത്തത്തിൽ എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസും സപ്ലൈ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ സിമെന്റിലായിരുന്നു തുടക്കം, പിന്നെ സിമെന്റ് നിർത്തി, പിന്നെ നമ്മൾ ഈ ടെറാക്കോട്ട പ്രോഡക്ട്സ്, ഗ്ലാസ് പ്രോഡക്ട്സ്, കാസ്റ്റേൺ, നാച്ചുറൽ സ്റ്റോൺസ്, പേവിംഗ് സ്റ്റോൺ, ക്ലാഡിംഗ് സ്റ്റോൺ, ഇങ്ങനെയുള്ള സാധനങ്ങൾ, റൂഫ് ടൈല്, റൂഫിംഗ് ടൈൽ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും